ഇന്നത്തെ സോളജി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, രണ്ടാമത്തെ പിറ്റ്യൂട്ടറി ഹോർമോൺ, ആന്റീരിയർ പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ് പ്രോലാക്റ്റിൻ. സോ പ്രോലാക്റ്റിൻ helps in the development of mammary glands. So mammary glands in the female mammary glands in the production, mammary glands in the development ne സഹായിക്കുന്ന ഒരു ഹോർമോൺ ആണ് പ്രോലാക്റ്റിൻ. Okay, then the next one is ACTH, adrenocorticotropic hormone. Well, this hormone, as the name indicates, it stimulates. Its action is on some other endocrine gland. അതായത് അഡ്രീനൽ ഗ്ലാൻഡിന്റെ കോർട്ടക്സിന്, അഡ്രീനൽ ഗ്ലാൻഡിന്റെ രണ്ട് പാർട്ട് ഉണ്ട്, കോർട്ടക്സ് ആൻഡ് മിഡില, ദാറ്റ് വിൽ ഡിസ്കസ് ആഫ്റ്റർവേഴ്സ്. സോ അഡ്രീനൽ ഗ്ലാൻഡിന്റെ കോർട്ടക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയും അഡ്രീനൽ ഗ്ലാൻഡിന്റെ കോർട്ടക്സ് ഉണ്ടാക്കുന്ന ഹോർമോണിനെ ഉൽപ്പാദനം സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ACTHന്റെ ഫംഗ്ഷൻ, പിറ്റ്യൂട്ടറി ഹോർമോണായ ACTHന്റെ ഫംഗ്ഷൻ. Okay, so the production of ACTH itself is under the control of hypothalamus. Adrenocorticotropin releasing factor ഉണ്ട്, അത് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുന്നത്, അത് പിറ്റ്യൂട്ടറിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു to produce ACTH, and ACTH stimulates the adrenal cortex to produce its hormone. Okay, the next one is FSH, follicle stimulating hormone. FSH is follicle stimulating hormone. Follicle stimulating hormone is a gonadotrophin. Follicle stimulating hormone and LH both are gonadotropins produced by the gonads. എന്താണ് ഗൊണാഡ്സ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ലൈംഗിക അവയവങ്ങൾക്കാണ് നമ്മൾ ഗൊണാഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ ടെസ്റ്റിസ്, ആൻഡ് ഇൻ ഫീമെയിൽ ഓവറീസ്. സോ ടെസ്റ്റിസ് ആൻഡ് ഓവറീസ് ആർ ദ sex organs in male and female, and they are also called gonads. അപ്പോൾ ഈ ഗൊണാഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസ് ആണ്, ഗൊണാഡ്സിന്റെ മേലെ പ്രവർത്തിക്കുന്ന ഹോർമോൺസ് ആയതുകൊണ്ടാണ് അതിനെ നമ്മൾ ഗൊണാഡോട്രോഫിൻ എന്ന് വിളിക്കുന്നത്, ഗൊണാഡോട്രോഫിക് ഹോർമോൺസ് എന്ന് വിളിക്കുന്നത്, FSH ആൻഡ് LH. അപ്പോൾ ഈ രണ്ട് ഹോർമോൺസും മെയിൽ ഗൊണാഡ്സിന്റെ മേലെയും ഫീമെയിൽ ഗൊണാഡ്സിന്റെ മേലെയും പ്രവർത്തിക്കുന്നു. FSH രണ്ടിലും രണ്ട് വ്യത്യസ്തമായ ഫങ്ഷൻസ് ആണുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾ മറ്റൊരു ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എനിവേ FSH ആക്ട്സ് ഓൺ ഫീമെയിൽ ആണെങ്കിൽ FSH ഓവത്തിന്റെ മച്ചുറേഷൻ, ഓവത്തിന്റെ പ്രൊഡക്ഷനൊക്കെ സഹായിക്കുന്നു, ഫോളിക്കിളിന്റെ ഡെവലപ്മെന്റ്, ഓവറിയിലുള്ള ഫോളിക്കിളിന്റെ ഡെവലപ്മെന്റിനൊക്കെ സഹായിക്കുന്നു. മെയിലില് FSH സെർട്ടോലി സെൽസ്, അതായത് ടെസ്റ്റിസിലുള്ള ചില സെൽസിന്റെ പേരാണ് സെർട്ടോലി സെൽസ്. ഈ സെർട്ടോലി സെൽസിന്റെ മേലെ ആക്ട് ചെയ്ത് സ്പേമിന്റെ ന്യൂട്രീഷന് വേണ്ട ചില കോമ്പോണൻസ് ഒക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. LH ഫീമെയിലില് ഓവുലേഷൻ സഹായിക്കുന്നു, അതായത് മച്ചുറായ ഓവത്തിന്റെ ഡിസ്ചാർജ്, അതിന്റെ റിലീസിന് സഹായിക്കുന്നു ഫീമെയിലില്. മെയിലില് ഇത് നമ്മുടെ ടെസ്റ്റിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച്, ടെസ്റ്റിസിനുള്ള ചില സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുകയും എന്നിട്ട് മെയിൽ സെക്സ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. എനിവേ ബോത്ത് FSH and LH acts on gonads, male gonads and female gonads. Okay, that's why they are called gonadotrophic hormones. And these hormones are also under the influence of the hypothalamic releasing factor. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, gonadotropin releasing factor or gonadotropins. അപ്പോൾ ഈ ഹോർമോൺസ് ഒക്കെ ഹൈപ്പോതലാമസിന്റെ അതായത് ഈ ഗൊണാഡോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ GnRH, ഗൊണാഡോട്രോഫിക് റിലീസിംഗ് ഹോർമോൺ, പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ച് FSHും LHും ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ, അതിന്റെ ഇൻഫ്ലുവൻസിലാണ് പിറ്റ്യൂട്ടറി FSHും LHും റിലീസ് ചെയ്യുക. ഇനി മറ്റൊരു ഹോർമോണാണ് TSH, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഈ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ is also produced under the influence of hypothalamus. തൈറോട്രോപ്പിൻ റിലീസിംഗ് ഹോർമോൺ എന്ന് വിളിക്കുന്ന ഒരു ഹോർമോൺ ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുകയും അതിന്റെ ഇൻഫ്ലുവൻസിലാണ് TSH പിറ്റ്യൂട്ടറി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുക. ആൻഡ് ദ ഫംഗ്ഷൻ ഓഫ് TSH is to stimulate the thyroid gland to produce its hormone. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, തൈറോയ്ഡ് ഗ്ലാൻഡിന് മേലെ പ്രവർത്തിക്കുകയും
അതിൻ്റെ ഹോർമോൺ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നത് TSH ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഈ 6 പറഞ്ഞതിൽ ഗ്രോത്ത് ഹോർമോൺ ആൻഡ് പ്രോലാക്റ്റിൻ ഇത് രണ്ടും ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ബാക്കി 4 മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ മേലെയാണ് ഫംഗ്ഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് ACTH ഇത് അഡ്രിനൽ ഗ്ലാൻഡിന്റെ മേലെ പ്രവർത്തിക്കുന്നു. FSH LH ഗൊണാഡ്സിന്റെ മേലെ പ്രവർത്തിക്കുന്നു. ഗൊണാഡ്സ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആണല്ലോ, അപ്പോൾ അതിന്റെ ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. TSH തൈറോയിഡ് ഗ്ലാൻഡിന്റെ മേലെ പ്രവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ദീസ് ആർ ദ ഹോർമോൺസ് ഓഫ് ദ പാർസ് ഡിസ്റ്റാലിസ് ഓർ ആന്റീരിയർ പിറ്റ്യൂട്ടറി. ഇത് നമുക്ക് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി പറയാം. ദിസ് ഇസ് ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ആൻഡ് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിക്ക് ആക്ച്വലി സ്പീക്കിംഗ് ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹാസ് നോ ഹോർമോൺസ് ഓഫ് ഇറ്റ്സ് ഓൺ. അതിൻ്റെതായ ഹോർമോൺസ് ഒന്നും ഇല്ല. ബട്ട് 2 hormones are released by the neurohypophysis or posterior pituitary. ഈ 2 ഹോർമോൺസ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. വാസോപ്രസിൻ ഈസ് ഓൾസോ നോൺ ആസ് ADH. വാസോപ്രസിൻ ഓർ ADH. അപ്പോൾ ഈ 2 ഹോർമോൺസും ആക്ച്വലി ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസിലെ ചില ന്യൂറോ സെക്രട്ടറി സെൽസ് ആണ് ഇത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ ഹൈപ്പോതലാമസിലെ ചില ന്യൂറോ സെക്രട്ടറി സെൽസ് ഉണ്ട്. സപ്പോസ് ദിസ് ഇസ് ദ ന്യൂറോൺ ആൻഡ് ദ ന്യൂറോൺ ഹാസ് ഇറ്റ്സ് ലോങ് ആക്സോൺ ആൻഡ് ദിസ് ആക്സോൺ റീച്ചസ് ദ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഓർ ന്യൂറോ ഹൈപ്പോഫൈസിസ്. ഇവിടെ എത്തുന്നു. ഓക്കെ, അങ്ങനെ ധാരാളം ന്യൂറോൺസ് ഉണ്ട്. These neurons through its axon reach up to the posterior pituitary. അപ്പോൾ അങ്ങനെ ഈ ന്യൂറോൺസ് ആണ് ഈ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുക. ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ അതിവിടെ സെക്രീറ്റ് ചെയ്യുകയും ത്രൂ ദിസ് ന്യൂറോൺ it reaches in the posterior pituitary and release into the posterior pituitary. അപ്പോൾ ശരിക്കും ഈ ഹോർമോൺസ് പുറത്ത് വരുന്നത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്നാണ്. അതുകൊണ്ട് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയുടെ ഹോർമോൺസ് ആവുന്നില്ല. ആക്ച്വലി ദീസ് ഹോർമോൺസ് ആർ ദ ഹോർമോൺസ് ഓഫ് ദ ഹൈപ്പോതലാമസ്. ഏതൊക്കെയാണത്? ഓക്സിറ്റോസിൻ ആൻഡ് വാസോപ്രസിൻ. വാസോപ്രസിൻ is also known as antidiuretic hormone or ADH. അപ്പോൾ എന്താണ് ഇതിന്റെ ഫംഗ്ഷൻ? ഓക്സിറ്റോസിൻ helps in the contraction of the smooth muscles of the body. ഇപ്പൊ നമ്മുടെ സ്മൂത്ത് മസിൽസിനെ, അതായത് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ സ്മൂത്ത് മസിൽസ് ഉണ്ടാക്കിയിരിക്കുന്നതാണ്. ഈ സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷൻ സഹായിക്കുന്നതാണ് ഓക്സിറ്റോസിൻ. ഇറ്റ്സ് മെയിൻ റോൾ ഈസ് ഇൻ ദ കേസ് ഓഫ് ഫീമെയിൽ ടു പ്രൊഡ്യൂസ് വിഗറസ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദ യൂട്ടറസ് അറ്റ് ദ ടൈം ഓഫ് പാർച്ചുറേഷൻ ഓർ അറ്റ് ദ ടൈം ഓഫ് ചൈൽഡ് ബർത്ത് ഓർ ഡെലിവറി. അപ്പോൾ പ്രസവ സമയത്ത് പ്രായപൂർത്തി എത്തിയ അല്ലെങ്കിൽ വളർച്ച പൂർത്തിയായ ഫീറ്റസ്, വളർച്ച പൂർത്തിയായ കുട്ടിയെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തിടാൻ സഹായിക്കുന്നത് ഈ ഓക്സിറ്റോസിനാണ്. ഡ്യൂ ടു ദ വിഗറസ് കൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ദി യൂട്രൈൻ വാൾ. യൂട്രൈൻ വാൾ എന്ന് പറയുന്നത് മയോമെട്രിയം. അവിടെ മയോമെട്രിയം എന്ന് പറയുന്ന ഒരു വാൾ ഉണ്ട്. അതിന്റെ കൺട്രാക്ഷൻ, വിഗറസ് റിലാക്സേഷൻ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നത് ഓക്സിറ്റോസിനാണ്. അതിന്റെ ഫലമായിട്ടാണ് കുട്ടി പുറത്തേക്ക് റിലീസ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഡെലിവറി സാധ്യമാണ്. രണ്ടാമത്തത് വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ is also known as ADH, anti-diuretic hormone. Anti-diuretic hormone means it because it is against or it prevents diuresis. എന്താണ് diuresis എന്ന് പറഞ്ഞാൽ? It is the release of excess amount of water through urine. കൂടുതൽ വെള്ളം മൂത്രത്തിൽ കൂടി പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഡയൂറസിസ്. ഇറ്റ് പ്രിവെന്റ്സ്, വാസോപ്രസിൻ പ്രിവെന്റ്സ് ദ ഡയൂറസിസ്. സോ ദാറ്റ് ഈസ് വൈ ഓർ ഇറ്റ് ഈസ് അഗൈൻസ്റ്റ് ഡയൂറസിസ്. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ. നമ്മളത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ADHന്റെ ഫംഗ്ഷനെ കുറിച്ച് വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. ADH മേക്സ് ദ വാൾ ഓഫ് ദി ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആൻഡ് കളക്റ്റിംഗ് ട്യൂബ്യൂൾ പെർമിയബിൾ ടു വാട്ടർ.
As a result, more water is reabsorbed from the body, so that the water deficiency in the body can be compensated. Okay. അപ്പോൾ വെള്ളത്തിൻ്റെ അഭാവം അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കുറവ് നമ്മുടെ ബോഡിയിൽ ഉണ്ടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? യൂറിനിൽ നിന്നും അല്ലെങ്കിൽ അൾട്രാ ഫിൽറ്ററിൽ നിന്നും കൂടുതൽ വെള്ളത്തെ ആഗിരണം ചെയ്യാൻ ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ വഴിയും കലക്റ്റിംഗ് ട്യൂബുകൾ വഴിയും ആഗിരണം ചെയ്യാൻ, അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്ന ഹോർമോണാണ് ADH അല്ലെങ്കിൽ ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ. അപ്പോൾ ഇത് ഈ രണ്ട് ഹോർമോൺസാണ് ഹൈപ്പോതലാമസ് ഉൽപ്പാദിപ്പിക്കുകയും പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി വഴി റിലീസ് ചെയ്യുകയും ചെയ്യുന്ന രണ്ട് ഹോർമോൺസ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പിറ്റ്യൂട്ടറിയെ കുറിച്ച് പറയാനുള്ളത്. Let us go to the next gland. Next gland is pineal gland. Pineal gland. Pineal gland. Pineal gland is a nut-shaped gland. It's a bean-shaped or nut-shaped. It's a small gland which is situated at the front part of the or dorsal front part of the forebrain. ഇപ്പോൾ ഫോർബ്രെയിൻ്റെ മുൻപിൽ ഭാഗത്തേക്ക് കാണുന്ന ചെറിയൊരു പി ഷേപ്പിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ഗ്ലാൻഡാണ് pineal gland. And the pineal gland secretes a hormone called melatonin. Melatonin എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. This melatonin is related with the rhythmic activity of our body. 24-hour rhythm of the body. 24-hour rhythm. It is also called diurnal rhythm or circadian rhythm. It's also called diurnal rhythm or circadian rhythm. Okay. For example, there are several activities in our body which are rhythmic in its nature. അതായത് ഒരു പ്രത്യേക ഒരു ടൈം ലാപ്സിന് ശേഷം അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ ടൈം ബൗണ്ടായി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ചില അല്ലെങ്കിൽ കൃത്യമായി നടക്കുന്ന ചില ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് സ്ലീപ്പ് ആൻഡ് വേക്ക്നെസ്. ഇപ്പോൾ നമ്മൾ ഉറങ്ങുന്നതും ഉറക്കം ഉണരുന്നതും ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ 24-hour റിഥം അനുസരിച്ച് പ്രവർത്തിക്കുന്ന പല ആക്ടിവിറ്റീസ് നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ഈ മെലാറ്റോണിൻ എന്ന് വിളിക്കുന്ന ഈ ഹോർമോൺ ആണ്. ഓക്കെ, അതുപോലെ തന്നെ ബോഡി ടെമ്പറേച്ചർ. ഇറ്റ് ഹാസ് ആൻ എഫക്റ്റ് ഓൺ ബോഡി ടെമ്പറേച്ചർ, മെറ്റബോളിസം ആൻഡ് ഇൻ ഫീമെയിൽ മെൻസ്ട്രൽ സൈക്കിൾ. അപ്പോൾ ഇതിനെയൊക്കെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഓഫ് ദ ഫീമെയിൽ, അപ്പോൾ ഇതിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഈ മെലാറ്റോണിൻ ആണ്. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ മെറ്റബോളിസത്തിൻ്റെ റേറ്റ് ഒക്കെ നിർണ്ണയിക്കുന്നതിലൊരു പങ്ക് മെലാറ്റോണിൻ ഉണ്ട്. അതുപോലെ ഫീമെയിലിൻ്റെ മെൻസ്ട്രൽ സൈക്കിൾ, റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എല്ലാം ബാധിക്കുന്നു. അതേപോലെ നമ്മുടെ ഇമ്മ്യൂണിറ്റി, ഡിഫൻസ് മെക്കാനിസത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇതിനൊക്കെ ഈ മെലാറ്റോണിൻ കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് പീനിയൽ ബോഡിയെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ഗ്ലാൻഡ് ഈസ് ദ തൈറോയിഡ് ഗ്ലാൻഡ്. Thyroid gland. So thyroid gland is a very important endocrine gland in our body, which regulates a number of activities in our body. Thyroid gland is situated in the throat region, here in the larynx, just below the larynx, and on either side of the trachea. It's a butterfly-shaped gland. It's a butterfly-shaped gland. Okay. There's two lobes. This is the trachea, and it is seen on the dorsal side of the trachea, spreading on either side of the trachea. It has two lobes. രണ്ട് ലോബ്സ് കാണാൻ സാധിക്കും.
And these two lobes are connected by means of a connection, a connective called isthmus. Isthmus. So by isthmus, the two lobes are connected together. Within the thyroid, several thyroid follicles can be seen. എന്താണ് ഒരു follicle എന്ന് പറഞ്ഞാൽ? A follicle is a group of cells made up of thyroid cells. And within the cavity called acinus is there. And these thyroid, there are several such thyroid follicles can be seen. And cells of these thyroid follicles secrete the thyroid hormones. Okay. And these follicles open into the blood capillary and thyroid hormones are released into the blood capillary. Thyroid hormones, two types of thyroid hormones are there. Two thyroid hormones are there and they are, one is tetraiodothyronine. Tetraiodothyronine, T4, tetraiodothyronine. And the second one is triiodothyronine. So tetraiodothyronine and triiodothyronine or T3. So these are the two thyroid hormones. And this, the most important one is the tetraiodothyronine, that is called thyroxine. This is also called thyroxine. That is the important hormone of the thyroid gland. The thyroid gland has several functions. These thyroid hormones perform several functions in the body. And it performs several functions in the body. It is important for basal metabolism in the body. Basal metabolic rate or BMR is determined by the thyroxine. And it involves in the carbohydrate metabolism, body temperature, and several other functions. It's like erythropoiesis or RBC formation, cell division, etc. So it promotes cell division, body temperature, then basal metabolic rate, immunity. Okay, like several aspects are there, several functions are controlled by the thyroxine. As you can see from the name itself, tetraiodothyronine and triiodothyronine. Iodine is an essential component of this enzyme, these hormones. So iodine is very important. In the absence of iodine, if iodine is less in the body, in the food, in the diet, the thyroid gland enlarges in size. As a reaction to this, as a reaction to the low amount of iodine in the body, thyroid gland enlarges, and that condition is called goiter. That condition is called a simple goiter or iodine deficiency goiter. Simple goiter or iodine deficiency goiter. So you can see an enlargement here. The thyroid gland gets enlarged here. That is due to deficiency of iodine in the diet. That results in the enlargement of the thyroid gland. And there are two conditions related with the thyroid hormone production. Low thyroid hormone production and higher levels of thyroid in the body. Thyroid hormones in the body. But low production or deficiency of thyroid hormone is called hypothyroidism. That condition is called hypothyroidism. Hypothyroidism. Hypothyroidism means insufficient amount of thyroid hormones in the body. Okay. So that produces certain conditions in the body. In children and in adults, the conditions are different. In children, hypothyroidism causes a condition called cretinism. Cretinism in children. In
The symptoms are, or the condition includes mental retardation, physical and mental retardation, low metabolic rate, low body temperature, lowered heart rate. So all these are conditions of the cretinism. If it is in adult, അതായത് പ്രായപൂർത്തി എത്തിയ ആൾക്കാരിലാണെങ്കിൽ hypothyroidism causes myxedema. Myxedema. It causes myxedema, a condition called myxedema. Here also, the physical and the mental retardation will not be there because already the growth has been completed. But low metabolic rate, lowered heart rate, and low body temperature, and swollen and puffy skin. These are some of the symptoms of the myxedema. So hypothyroidism in children causes cretinism, and in adult it causes myxedema. Okay. Then hyperthyroidism is also another condition is called hyperthyroidism. 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 That means excess amount of production of excess amount of thyroid hormones. That may be due to a tumor in the thyroid gland. One of the reasons for this hyperthyroidism is a tumor in the thyroid gland. Maybe one of the reasons. Okay, hyperthyroidism. In such cases, the people will be highly active. The body becomes slender, thin, and higher heart rate, increased body temperature, and like conditions can be seen. That is hyperthyroidism. That hyperthyroidism ലക്ഷണങ്ങൾ. Okay. Now, associated with thyroid gland, certain cells of the thyroid gland secrete another hormone called thyrocalcitonin. Some of the cells of the thyroid gland secretes a hormone called thyrocalcitonin. And thyrocalcitonin is a hormone that decreases the blood calcium level. അതായത് ബ്ലഡിലുള്ള കാൽഷ്യം ലെവല് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ. ബ്ലഡിലുള്ള കാൽഷ്യം ലെവൽ കുറയ്ക്കുകയും അത് ബോണിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന ഹോർമോണാണ് തൈറോകാൽസിറ്റോണിൻ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മറ്റ് എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.